ശരിക്കും ഭക്തിഗാനങ്ങൾ ഇപ്പൊ കുറച്ചായിട്ട് പണ്ടത്തെ അത്രയും അങ്ങോട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ പണ്ടത്തെ ഗാനങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടായിരിക്കും പുതിയ ഗാനങ്ങൾ അത്തരത്തിൽ വരാത്തത്? ഈ ഭക്തിഗാന രംഗത്തിന്റെ സാധ്യത തന്നെ ഇല്ലാതായല്ലോ. അതായത് ഗാനരചനയ്ക്ക് 3 സ്റ്റെപ്പാണ്: നാടകഗാനം, ആൽബം, സിനിമ. അതിൽ നാടകഗാനങ്ങളും സിനിമയും അല്ലാതെ ഈ ആൽബം ഗാനങ്ങളുടെ സാധ്യതയേ ഇല്ലാതായി. ആ ഇൻഡസ്ട്രി ഇല്ലാതായി. അതൊരു വ്യവസായമായിരുന്നു. കാസറ്റ്, CD. ആ വ്യവസായം ഇല്ലാതായി. ടേപ്പ് കാർഡും CD ഇല്ലാതായി. വിൽപ്പന ഇല്ലാതായി. ആ പാട്ടുകളുടെ സാധ്യത ഇല്ലാതായി. അല്ലെങ്കിൽ ഈ ഓണക്കാലത്ത് ഒരു 10 പാട്ടിറങ്ങേണ്ടതാണ് എൻ്റെ. അല്ലെങ്കിൽ ഇപ്പം ഈ വർഷം ചിത്ര ചേച്ചിയുടെ ഓണപ്പാട്ട് പിന്നെ ഒറ്റ ഓണപ്പാട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത്തം പത്തെന്നും പറഞ്ഞ് ഒരു ഓണപ്പാട്ടാണ്. അയ്യപ്പ ഗാനത്തിൻ്റെ ഒരു സീസൺ ആകുമ്പോൾ 10 ഓണപ്പാട്ട് MG ശ്രീകുമാറിൻ്റെ ഇറങ്ങുന്ന കാലത്ത് ഒരു പാട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് യൂട്യൂബിലാണ്. അതിന് വരുമാനവും ഇല്ല. ആരിറക്കിയാലും അതിന് വലിയ വരുമാനമൊന്നും കിട്ടാത്ത കാലഘട്ടത്തിൽ അത്തരം ഒരു ഗാനശാഖ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം.